ഏർണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ വെറും 4 മാസ കാലയളവിൽ താങ്ങാൻ പറ്റാത്ത ജോലിഭാരം കൊണ്ടാണ് 26 വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ എന്ന യുവതി മരിക്കുന്നത്. ഔദ്യോഗിക ജോലികൾക്ക് പുറമെ അധിക ജോലികൾ, ഉറക്കം പോലുമില്ലാതെ രാത്രി വൈകിയും വീക്കെൻഡുകളിലും അവധി ദിനങ്ങളിലുമൊക്കെ ജോലി ചെയ്യേണ്ടി വന്നു. നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെയും ടോക്സിക് ആയിട്ടുള്ള ജോലി സമ്പ്രദായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അന്ന. കുറച്ചുനാൾ മുൻപാണ് IIT IIM ഗ്രാജുവേറ്റ് ആയ ഒരു യുവാവ് മെക്കിൻസി ആൻഡ് കമ്പനിയിലെ ജോലിഭാരം മൂലം ആത്മഹത്യ ചെയ്തത്. വർക്ക് പ്രഷർ താങ്ങാതെ ജോലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിന് ഒരു കണക്കുമില്ല. മറ്റു രാജ്യങ്ങളിൽ ജോലിഭാരം കുറയ്ക്കാനും ജനങ്ങളുടെ മാനസിക ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള നവീകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യയിൽ ഓവർ ടൈം, ഓവർ ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് ആളുകളെ പിഴിയുകയാണ്. അമിത ജോലി മഹത്വവൽക്കരിക്കുന്നതൊക്കെ സാധാരണ കാഴ്ചയായി. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണ മൂർത്തി ഇന്ത്യക്കാർ ആഴ്ചയിൽ 70 മണിക്കൂർ പണിയെടുക്കണമെന്ന് പറഞ്ഞതൊന്നും വേണ്ടത്ര വിമർശിക്കപ്പെട്ടതേയില്ല. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ IT മേഖലയിൽ ദിവസേന തൊഴിൽ സമയം 14 മണിക്കൂർ വരെ നീട്ടാനുള്ള ബിൽ പാസാക്കിയതും ഇതിനോട് ചേർത്ത് വായിക്കണം. സാധാരണഗതിയിൽ 8 മണിക്കൂർ ജോലി എന്നതാണ് കണക്കെങ്കിലും ദിവസം 12-14 മണിക്കൂർ ജോലി എടുപ്പിച്ച് നിരന്തരം വർക്ക് പ്രഷർ കൊടുത്ത് ശ്വാസം മുട്ടിക്കുകയാണ് പല കമ്പനികളും. ജോലിക്ക് കയറുമ്പോൾ തന്നെ മരണ വാറന്റിന് സമാനമായ പല കരാറുകളിലും ഒപ്പിടേണ്ടി വരും. ഒരാളെ റീപ്ലേസ് ചെയ്യുക എന്നത് ഒരൊറ്റ ക്ലിക്കിൽ എന്നതുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ കൊഴിഞ്ഞുപോവലുകളോ ഒന്നും കമ്പനിയെ ബാധിക്കുന്നുമില്ല. ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. മനുഷ്യാധ്വാനമോ മനുഷ്യന്റെ മാനസിക ശാരീരിക ആരോഗ്യമോ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. സംഘടനകൾ രൂപീകരിക്കപ്പെട്ട കമ്പനികളിൽ ഒരു പരിധിവരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിലനിൽപ്പ് എന്നത് ചോദ്യചിഹ്നമാകുമ്പോൾ പരാതികൾ പലതും ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ തൊഴിൽ സുരക്ഷിതത്വത്തിനപ്പുറം ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ അവകാശങ്ങൾക്കായി സംഘടിക്കാതെ പോംവഴിയില്ല. കോർപ്പറേറ്റ് രംഗത്തെ കൊടിയ ചൂഷണം അവസാനിപ്പിക്കാൻ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നത് മാത്രമാണ് പരിഹാരം.